ഒരു പട്ടുപാവാട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിതിൽ മെഷർമെൻറ്റ്സും അതെങ്ങനെ എടുക്കുന്നതിൽ ഇക്വേഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ടിഷ്യൂവിൻ്റെ സാരി ഉണ്ടല്ലോ, ആ ഒരു സാരി വെച്ചിട്ട് അതിൽ നിന്ന് വെട്ടിയിട്ടാണ് പട്ടുപാവാട ചെയ്യുന്നത്. അപ്പോൾ ആ സാരിയിൽ നിന്ന് ഒരു 3 മീറ്റർ തുണി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പീസ് കൊണ്ട് ഒരു ധാവണി പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പട്ടുപാവാടേനെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 3 മീറ്റർ തുണി എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് കട്ട് പോലെ ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ തുണീനെ 4 നമ്മൾ മടക്കി കൊടുത്തു. ഓക്കെ, 3 മീറ്റർ തുണി എടുത്തതിന് ആദ്യം സെൻറ്ററിലോട്ട് മടക്കി വീണ്ടും മടക്കിയിട്ട് മൊത്തത്തിൽ ഒരു 4 നമ്മൾ മടക്കി കൊടുത്തു. അപ്പോൾ ഏകദേശം ആ ഒരു ടേബിളിന് പറ്റുന്ന സൈസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് മടക്കി കൊടുത്തിട്ട് നല്ല രീതിക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു 39 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെ 38 ഇഞ്ച് വന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത്ത്, അതായത് പാവാട ഉടുക്കുന്നുണ്ടല്ലോ അവിടെ തൊട്ട് താഴെ വരെയുള്ള ലെങ്ത്ത് 40 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ച് നമ്മൾ ബാൻഡിന് വേണ്ടി വെച്ചു. അപ്പോൾ നമുക്ക് 38 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് 39 ഇഞ്ച് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അത് 39 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളത് വെട്ടിക്കൊടുത്തു. അപ്പോൾ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ മുകളിൽ, ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കതിൽ ബാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ വെട്ടിയെടുത്തു. എന്നിട്ട് ഈ അറ്റത്ത് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് വെട്ടിക്കളയണം. അത് ഈ സാരിയിൽ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ സാരി എടുത്തതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കൂലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം തന്നെ പ്ലീറ്റ് ഇൻടേക്കും അതുപോലെ നമ്പർ ഓഫ് പ്ലീറ്റ്സും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. അപ്പോൾ പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫാബ്രിക് ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, മൊത്തത്തിലുള്ള ഫാബ്രിക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മൈനസ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന പ്ലീറ്റ് ഇൻടേക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, അതുപോലെ ഇതിലിപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. ഈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വേസ്റ്റ് റൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ഓരോ ആൾക്കാരിൽ വെച്ചിട്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ സൈസ് ഉണ്ടല്ലോ ആ സൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. പ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത് ചിലർ 1 ഇഞ്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക, ചിലർ 1/2 ഇഞ്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക, ചിലർ 2 ഇഞ്ച് എടുക്കും. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻസിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എടുത്തത്, എൻ്റെ എത്ര അളവ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി 3 മീറ്ററിൻ്റെ ഫാബ്രിക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സാരീൻ്റെ അകത്ത് നമ്മൾ 3 മീറ്റർ വെട്ടിയെടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ആ 3 മീറ്ററിലാണ് നമുക്ക് പ്ലീറ്റ്സ് മറ്റും ഇടാനുള്ളത്. ആൻഡ് അതുപോലെ വേസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ 28 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പാവാട ഉടുക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങില്ലേ അത് 28 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ പ്ലീറ്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാബ്രിക് 3 മീറ്റർ ആൻഡ് വേസ്റ്റ് എന്ന് പറയുന്നത് 28 ഇഞ്ച്, പ്ലീറ്റ് സൈസ് 1 ഇഞ്ച്. ഇനിയിപ്പോൾ പ്ലീറ്റ്സ് ഇൻടേക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഫാബ്രിക്കാണ് നമ്മൾ പട്ടുപാവാടയ്ക്ക് വേണ്ടി പ്ലീറ്റ്സ് ഇടുന്നതെന്ന് വിചാരിക്കും. നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പം ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ കാണുമ്പോഴും മനസ്സിലാവും ഇങ്ങനെ മടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നെടുത്തിട്ട് മടക്കുമ്പം കുറച്ച് ഭാഗം ആദ്യത്തെ പ്ലീറ്റ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ലേ, അതിനെയാണ് നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അതായത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗം. അപ്പോൾ പുറത്ത് പ്ലീറ്റ്സ് നമ്മൾ കാണുമ്പോൾ ഇത്രയും ഭാഗം അതിനുള്ളിലേക്ക് പോയല്ലോ, അത് എത്ര അളവ് എന്നുള്ളതാണ് നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ് ഇൻടേക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വേണം. ആൻഡ് ഈ കാണുന്ന വീതി ഉണ്ടാവുമല്ലോ ഒരു പ്ലീറ്റിൻ്റെ, അതാണ് നമ്മൾ പ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത്. അത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് വെച്ചെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ആദ്യം നമുക്ക് കാൽക്കുലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ 3 മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിനെ നമ്മൾ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 118.11 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും ഇഞ്ചിലായതുകൊണ്ട് തന്നെ ആ മീറ്ററിനെ ജസ്റ്റ് ഒന്ന് ഇഞ്ചിലേക്ക് മാറ്റണം. അപ്പോൾ 118.1 എന്നുള്ളത് ഞാൻ 118 ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇക്വേഷൻസിൽ കൊടുക്കാം. അതായത് പ്ലീറ്റ്സ് ഇൻടേക്ക് കണ്ടുപിടിക്കാൻ ഫാബ്രിക് ലെങ്ത്ത് എത്രയാണ് കിട്ടിയത്, 118 മൈനസ് വേസ്റ്റ് 28. ഓക്കെ, അതും കൊടുത്തു. ഇനി നമ്പർ ഓഫ് പ്ലീറ്റ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് എത്രയാണ് 28 പ്ലസ് നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്, 1 ഇഞ്ചിൻ്റെ ആണല്ലോ. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ 118 മൈനസ് 28/28 എന്ന് വരും. ഓക്കെ, അത് ജസ്റ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. 118 മൈനസ് 28/28 എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട്
3.21 അടുത്തായിട്ട് വരും. ഓക്കെ, കറക്റ്റ് ആൻസർ നോക്കുവാണെങ്കിൽ 3.242 അങ്ങനെ വലിയ ലോങ് ആയിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നമ്മൾ അപ്രോക്സിമേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 3.21 നമുക്കിവിടെ പ്ലീറ്റ്സ് ഇൻടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പ്ലീറ്റ് സൈസും കിട്ടി, പ്ലീറ്റ്സ് ഇൻടേക്കും കിട്ടി. ഓക്കെ, ഞാനിവിടെ എടുത്ത 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് സൈസിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് അളവ് 30 32 ആണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഇക്വേഷനിൽ അതിനായിട്ടുള്ള മാറ്റം വരും. ആ 28 കൊടുത്തെടുത്ത് 38 കൊടുക്കുന്ന, അതായത് നിങ്ങളുടെ സൈസ് എത്രയാണോ അത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പ്ലീറ്റ് സൈസ് നമ്മൾ 1 ഇഞ്ചാണല്ലോ ഇവിടെ കൊടുത്തത്, നിങ്ങൾക്കിപ്പോൾ 2 ഇഞ്ച് കൊടുക്കണം, അല്ലെ 0.5 ഇഞ്ച് കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ 0.5 ഇഞ്ച്, അതായത് അര ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇക്വേഷൻസിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്ലീറ്റ് ഇൻടേക്ക് നമുക്ക് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് പ്ലീറ്റ്സും കണ്ടുപിടിക്കണം. അപ്പോൾ പ്ലീറ്റ് ഇൻടേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കണ്ടുപിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റ് അളവ് എത്രയാണ്, നമുക്ക് 28 ഇഞ്ചായിരുന്നു. അപ്പോൾ വേസ്റ്റ് ബൈ പ്ലീറ്റ് സൈസ്, സോറി നാക്കുളിക്ക് പോയി, വേസ്റ്റ് ബൈ പ്ലീറ്റ് സൈസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് 28 ഇഞ്ച് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ബൈ പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5. അപ്പോൾ 28 ബൈ 0.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 56 ഇഞ്ചിൻ്റെ അടുത്തായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ എന്താ പറയുക നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരുന്നത്. ഞാൻ അവിടെ സിമ്പിൾ ഇട്ട് പോയതാണ് ഇഞ്ചിൻ്റെത്. ഇതുപോലെ തന്നെ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻസിൽ മാറ്റി കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. മാർക്ക് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുത്തത്, നിങ്ങൾ 2 കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ പ്ലീറ്റ് സൈസ് ഉണ്ടല്ലോ അത് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 1 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക് ഇല്ലേ, അത് എത്രയാണോ കിട്ടുന്നത് അത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു 3 എത്രയാണ് പറയണ്ടേ, 3.21 കിട്ടിയത്. അപ്പോൾ ഈ 3.2 മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവസാനിച്ചെടുത്ത് നമ്മൾ പ്ലീറ്റിൻ്റെ സൈസ് കൊടുക്കുക, ഇൻടേക്ക് കൊടുക്കുക, സൈസ് കൊടുക്കുക, ഇൻടേക്ക് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് 2 ഇഞ്ച് കൊടുക്കണം എന്ന് പറയുന്നത് അവിടെ മടക്കി തയ്ക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം വീഡിയോ മിസ്സായതുകൊണ്ട് രണ്ടാമത് ഞാൻ വേറൊരു പേസിൽ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ അപ്പുറത്ത് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് കൊടുത്തത്, നിങ്ങൾ 2 ഇഞ്ച് കൊടുക്കണേ. പിന്നെ ഇതുപോലത്തെ പിന്നുണ്ടാവുമല്ലോ അത് യൂസ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തല്ലോ, ആ 2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തത് ജസ്റ്റ് ഒന്ന് അവിടെ മടക്കി കൊടുത്തേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ 2 ഇഞ്ചിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ആ ഒരു ഇതില്ലേ മാർക്കില്ലേ, ആ മാർക്കിനെ എടുത്തിട്ട് മൂന്നാമത്തേൻ്റെ അത് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാർക്കുണ്ടല്ലോ, ആ ഒരു മാർക്കിനെ എടുത്തിട്ട് ഒന്ന് കടത്തിയിട്ട് തൊട്ടപ്പുറത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ 2 പ്ലീറ്റ്സ് നമുക്ക് കിട്ടി. ഇനി എന്താ, നേരെ അപ്പുറത്തൊരു മാർക്കുണ്ടല്ലോ കാണുന്നത്, ആ ഒരു മാർക്ക് തൊട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ കഴിഞ്ഞ് അപ്പുറത്തെ മൂന്നാമത്തേൻ്റെ അകത്ത് അങ്ങനെ 1 3 എന്നുള്ള രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൽ പ്ലീറ്റ്സ് ഇടുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഇത് പോയിപ്പോവും. അപ്പോൾ കുറച്ചധികം പിന്നുകൾ എടുത്ത് വെച്ചോളൂ, ഇല്ലാന്നാണെങ്കിൽ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 പ്ലീറ്റ്സിന് ഒന്നിച്ച് കുത്താൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ 2 ഒന്നിച്ച് കുത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിന്ന് വെച്ച് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പോയി. കറക്റ്റ് മെഷർമെൻറ്റ്സ് നമുക്ക് പട്ടുപാവാടേൻ്റെ ആ ഒരു ഫിറ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കുന്നതും ആൻഡ് പ്ലീറ്റ്സ് ഇൻടേക്ക്, നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണേ. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കി തയ്ക്കാനൊക്കെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എന്താ, ഇപ്പുറത്തറ്റം മുതൽ അപ്പുറത്തറ്റം വരെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയി. ഇനി നമുക്ക് ബാൻഡിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ബാക്കി മുകളിൽ വന്ന പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു 30 ഇഞ്ച് വരുന്ന രീതിയിലായിട്ട് അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ, അത് നമ്മളിവിടെ 2 ഇഞ്ചിൻ്റെ ബാൻഡാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മൊത്തത്തിൽ ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 ബാൻഡിൻ്റെ ഡബിൾ സൈസ് എടുക്കുക, അതിനോട് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടെ കൊടുത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 30 ഇഞ്ച് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് അളവ് 28 ഇഞ്ചാണല്ലോ, പ്ലസ് തയ്യൽ തുമ്പായിട്ട് 2 സൈഡിലും 2 ഇഞ്ച് ഓരോ ഇഞ്ച് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 30 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവേ, ഞാൻ എൻ്റെ അളവാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ബാൻഡിൻ്റെ 2 സൈഡും ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഓരോ സൈഡിലും ഓരോ ഇഞ്ച് വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് മടക്കി തയ്ച്ചു കൊടുത്തു. ആൻഡ് ഈ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ നിങ്ങൾ 2 ഇഞ്ച് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ 2 ഇഞ്ച് എടുത്തിട്ട് ആ ഒരു
സ്കേർട്ടിൻ്റെ അറ്റം ഉണ്ടല്ലോ, നമ്മളൊരു സൈഡിൽ ചെറിയൊരു ഓപ്പൺ ഇല്ലേ, അപ്പോൾ ഇച്ചിരി നീളത്തിൽ, അതായത് കംപ്ലീറ്റ് താഴോളം വേണ്ട. യൂഷ്വലി നമ്മൾ ആ സ്കേർട്ടിൻ്റെ സൈഡിലൊരു ഓപ്പൺ ഉണ്ടാവുമല്ലോ, ആ ഒരു ഓപ്പണിൻ്റെ ലെങ്ത്ത് എത്രയാണോ, 3 ഇഞ്ചോ 4 ഇഞ്ചോ, അത് എത്രയാണെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡ് ഉണ്ടല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വെച്ചത്, അപ്പോൾ ആ രണ്ട് സൈഡിലായിട്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു സൈഡ് മടക്കി തയ്ച്ച് കൊടുക്കുക. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ആ സ്കേർട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 ഇഞ്ച് വിട്ട് കളയണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി തയ്ച്ചുകൊണ്ടായിരുന്നു, പിന്നെ 1 ഇഞ്ച് മാത്രം വിട്ടിട്ടുണ്ടായിരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാൻഡ് രണ്ട് സൈഡും ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ്സിൻ്റെ മുകളിൽ ഈ ബാൻഡിനെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈസി വേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ആ പ്ലീറ്റ്സിൻ്റെ മേലയിലൂട്ട് നമ്മൾ ആ പിൻ അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ പ്ലീറ്റ്സ് മാറിപ്പോകുന്നതിന് ടെൻഷൻ വേണ്ട. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്ലീറ്റ്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ജസ്റ്റ് ഒരു പ്രിൻ്റ് വെച്ച് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം അറ്റാച്ച് ചെയ്തപ്പോൾ ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞുകൊണ്ട് ഞങ്ങളത് തയ്ച്ചിട്ട് വീണ്ടും അതിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 പ്രാവശ്യം കണ്ടത്. അപ്പോൾ എന്താ, നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാൻഡിൻ്റെ, അതായത് ഫാബ്രിക് ഉണ്ടല്ലോ നമ്മളെ പ്ലീറ്റ്സിൻ്റെ, അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ഒരു ബാൻഡ് വെച്ച് കൊടുക്കുക. ഓക്കെ, ബാൻഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കര ഭാഗമാണ് നമുക്ക് മേലെ വരേണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഇട്ട സ്കേർട്ട് ഉണ്ടല്ലോ, സ്കേർട്ടിൻ്റെ ആ സൈഡ് നമ്മൾ മടക്കി തയ്ച്ചാണ്, ഇതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചാണ്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മൾ ഈ ഒരു ബാൻഡ് ഇതിൻ്റെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ, നമ്മൾ ഓൾറെഡി നമ്മൾ ആ പ്ലീറ്റ്സ് മൊത്തത്തിലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഓരോ പിന്നായിട്ട് അയച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് സൈസ് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിവിടെ 30 ഇഞ്ച് എത്തിയിട്ടുണ്ട്. അതായത് 2 ഇഞ്ച് സൈഡിൽ നിന്ന് മടക്കി തയ്ച്ചല്ലോ. ഇനി നമുക്ക് ബാൻഡിനെ എന്ത് ചെയ്യാം, മുകളിലായിട്ട് ഒന്ന് കുറച്ച് മടക്കി തയ്ച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, അതും നമ്മൾ കുറച്ച് കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് മടക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് അറ്റത്തൂടെ നമ്മൾ തയ്ക്കുന്നുണ്ട്. ഓക്കെ, അറ്റത്തൂടെ തയ്ക്കണം, അല്ലാണ്ട് താഴത്തെ വശത്ത് തയ്ക്കരുത്. ജസ്റ്റ് അറ്റത്തൂടെ, അതൊന്നോട് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ ഇങ്ങനെ അറ്റത്തൂടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ താഴേലേക്ക് മടക്കിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം. ഓക്കെ, താഴേലേക്ക് മടക്കിയിട്ട് നമ്മൾ ആ ഓൾറെഡി ഉള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ബാൻഡിനെ അറ്റാച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വരുന്ന രീതിക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ പ്ലീറ്റ്സ് എല്ലാം തന്നെ എടുത്ത് ആ ബെൽറ്റുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നാട അതിനകത്ത് ഇടാം. അല്ല ബട്ടൺസ് വെക്കുന്നില്ലോ, ബട്ടൺസ് എല്ലാം മറ്റേ ഹുക്ക് വെക്കുന്നില്ലേ, അങ്ങനെ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കാം. അത് ഓരോൾക്കാർ ഇഷ്ടമാണ്. ഞങ്ങളിവിടെ നാടയാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് കൂട്ടി തയ്ച്ചു കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ തയ്ക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, നമ്മുടെ ഇതില്ലേ, ഈ സാധനം ഒന്ന് നമ്മൾ മൊത്തം തയ്ച്ചെടുത്തു. കൂട്ടി തയ്ക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നിവൃത്തി വെച്ച് കൈ കൊണ്ട് നല്ല രീതിക്ക് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ആ പ്ലീറ്റ്സ് എല്ലാം ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങളിവിടെ 2 പേര് വെച്ചിട്ടാണ് ചെയ്തത്. ഒരാൾ മേലെ പിടിച്ച് ഒരാൾ താഴെ വെച്ചു. നിങ്ങൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്തായാലും വെയിറ്റിൽ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതെവിടെ ഇറുക്കി വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ടിയിൽ ബുക്കോ മറ്റോ എടുത്ത സ്ഥലത്ത് വെച്ചിട്ടോ എങ്ങനെയും വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് ആ പ്ലീറ്റ്സ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്ലീറ്റ്സ് എല്ലാം തന്നെ അവിടെ നല്ല ഭംഗിക്ക് അത്യാവശ്യം മാനേജബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് അധികം ചൂടിലിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തുണി കത്തിപ്പോവും. കാരണം ഇത് ഫ്രഷ് ആയിട്ടുള്ള തുണിയല്ലേ. അപ്പോൾ ഒരു മീഡിയം സൈസ്, മീഡിയം അല്ല, ഇത് സ്ലോയിൽ തന്നെ ഇട്ടോളൂ. അതിന് ചുളിവ് നമുക്ക് അവിടുന്ന് കറക്റ്റ് കിട്ടണം, ഈ ഒരു ഫ്രില്ല് എന്നുള്ളത്. പിന്നെ എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് താഴെ ഈ നമ്മുടെ ഗോൾഡൻ ഫ്രില്ല് വരുന്നത്, കര വരുന്നില്ലേ, അതൊന്ന് കറക്റ്റ് ഇട്ട് കൊടുക്കണേ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പൺ വെച്ചിട്ടുണ്ടല്ലോ, അതൊരു 1-2 ഇഞ്ച് ഉണ്ടാവുമല്ലോ, അത് കടത്തിയിട്ട് താഴേക്കുള്ള ഭാഗം കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നേരത്തെ കുറച്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് സിംഗിൾ പീസ് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് 2 പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ട് അത് അതിന് 2 സൈഡും നടുവിലേക്ക് മടക്കി എന്നിട്ട് വീണ്ടും ഒന്ന് നടുവിലോട്ട് മടക്കി കൊടുത്തപ്പോൾ നമ്മുടെ നാടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ആ നാടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് വേറെ ആൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിന് നാട ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഉള്ളത്, നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അത് എടുക്കുന്ന സമയത്ത് മാറ്റി കൊടുത്താൽ മതി.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓണം സീരീസ് വേറെയും വീഡിയോസിന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ബൈ.